ഇപ്പം താങ്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന പരാതികൾ വളരെ ഗൗരവമുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിരുന്നു, എന്താണ് പ്രണയത്തെ അനാശാസ്യമായിട്ട് കണ്ടിട്ടാണ് അതിനകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരം പരാതികൾ ഈ സേനയ്ക്കകത്തുള്ള, ഇപ്പം താങ്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരാളെ, എന്നാൽ ഇത് പുറത്തറിയാതെ പോകുന്ന ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉണ്ടാവില്ലേ, ഇത്തരത്തിൽ പിടിപിടിപ്പെടുന്ന ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ? ഇപ്പൊ 144 പേരെ പിരിച്ചുവിട്ടു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. ഈ 144 പേരെ എന്തിനെ പിരിച്ചുവിട്ടെന്ന് നമുക്കറിയില്ല. അതിലിപ്പോ എനിക്കറിയാവുന്ന ഒരാൾ അനസാണ്. അനസിനെ ഇല്ലാത്ത രേഖകൾ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു വ്യാജ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് അനസിനെ പിരിച്ചുവിട്ടത്. അത് ശരിയല്ലാന്ന് കോടതി ട്രിബ്യൂണൽ തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ടില്ല. അതുപോലെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പിരിച്ചുവിട്ട പലരെയും നമുക്കറിയാം. പിന്നെ ഈ 144 പേര്, സത്യം പറഞ്ഞ 140 പേരെ നമുക്കറിയില്ല, അവരെന്തിനാണ് പിരിച്ചുവിട്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ കാണാമറയത്ത് നിൽക്കുകയാണ്. അവരുടെ ശബ്ദം വന്നാൽ അതിൽ പകുതി പേരെങ്കിലും പിരിച്ചുവിടേണ്ടവരായിരിക്കില്ല എന്നായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ പോലീസ് സേനയ്ക്കകത്ത് ശരിക്കും പറഞ്ഞൊരു ശുദ്ധീകരണം ആവശ്യമാണ്. തീർച്ചയായിട്ടും പോലീസ് സേനയിൽ അടിമുടി ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ താഴെ റാങ്ക് മുതൽ മുകളിലുള്ള റാങ്ക് വരെയുള്ളവർ അഴിമതിക്കും ഗുണ്ടാബന്ധങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള വളരെ മോശമായിട്ടുള്ള പെരുമാറ്റത്തിനും ബലാത്സംഗത്തിനും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ഈ പോലീസ് സേനയ്ക്കകത്ത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവരുടെ പല രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് കൈക്കൂലി കൊടുത്തിട്ടോ എങ്ങനെയോ എന്തെല്ലാമോ സ്വാധീനങ്ങൾ കൊണ്ട് അവരൊക്കെ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്തരക്കാരെ പുറത്താക്കാണ്ട് ഈ സേന ഒരിക്കലും ശുദ്ധമാവില്ല.